ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നലെ 17-ാം അധ്യായം നമ്മൾ വായിച്ച് ധ്യാനിച്ചു. അബ്രാമിനെ ദൈവം പരിച്ഛേദന എന്ന ഉടമ്പടിയിലൂടെ ഒരു വാഗ്ദത്തം നൽകി അവിടെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു. 18-ാം അധ്യായത്തിൽ ദൈവം അബ്രാമിൻ്റെ ഭവനം സന്ദർശിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. മമ്രയുടെ തോപ്പിൽ അബ്രഹാം തൻ്റെ കൂടാരവാതിക്കൽ നിൽക്കുന്ന സമയത്ത് വഴിയാത്ര ചെയ്ത് നടന്നുപോയ 3 പുരുഷന്മാർ ക്ഷീണിതരായ ഒരു വൃക്ഷച്ചൂട് ഇരിക്കുന്നത് അബ്രഹാം കണ്ടിട്ട് ഓടിച്ചെന്ന് അവരെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഇത് ദൈവദൂതന്മാർ എന്ന് വിചാരിച്ചല്ല അബ്രഹാം അവിടെ ഓടിച്ചെല്ലുന്നതും അവരെ അവിടെ സ്വീകരിക്കുന്നതും. സാധാരണ ആരോ യാത്ര പോയ 3 പുരുഷന്മാർ ക്ഷീണിതരായിരിക്കുന്ന കണ്ടപ്പോൾ ആദിമകാലത്തെ അതിഥി സൽക്കാരത്തിൻ്റെ മഹത്തായൊരു മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വഴിയാത്ര ചെയ്യുന്നവന് ക്ഷീണിതനായിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക, അവന് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് പഴയ നിയമകാലം മുതലുള്ള ആതിഥ്യ മര്യാദയുടെ ഒരു വലിയ ഭാഗമാണ്. അവരെ അവിടുന്ന് അബ്രഹാം വിളിച്ചുകൊണ്ടുവരുന്നു. എൻ്റെ ഭവനത്തിൽ വരാൻ നിങ്ങൾക്ക് ദയവുണ്ടാകണം, കനിവുണ്ടാകണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. കാരണം അബ്രഹാം ഒരു ദൈവപുരുഷനാണെന്ന് നമുക്കറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെയും അബ്രഹാം സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ അതേ അളവിൽ മനുഷ്യനെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളല്ലോ. അങ്ങനെ അബ്രഹാം അവരെ വിളിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ വരുന്നു. സാറയോടും ആവശ്യപ്പെട്ട് അവർ കൊടുക്കുവാനുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്. അവരുടെ അന്നത്തെ ആ കഴിവിൻ്റെ പരമാവധി ആ അതിഥികൾക്ക് അവർ ഭക്ഷണം നൽകുകയാണ്. ആ ഭക്ഷണം കഴിച്ച ശേഷം അവർ എഴുന്നേറ്റ് നിന്ന് അവരെ അബ്രഹാമിനെയും സാറയും അവിടെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ഇവിടെ വരുമ്പോഴേക്കും നിനക്ക് ഒരു സന്തതി ജനിക്കുമെന്നാണ്. അത് കേട്ടിട്ട് നമുക്കറിയാം സാറ അകത്ത് നിന്ന് ചിരിച്ചു. കാരണം തനിക്കിനി ഒരു മക്കൾക്ക് ജന്മം നൽകുവാനുള്ള കഴിവില്ല എന്ന് സാറയ്ക്കറിയാം, അബ്രഹാമിനും അറിയാം. പക്ഷെ അബ്രഹാം ഒരിക്കലും അവിടെ സംശയിക്കുന്നില്ല. കാരണം പൂർണ്ണമായി താനിപ്പം വിധേയപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ എന്നൊരു ഏകവചനമാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബാക്കി 2 പേര് ഇവിടെ അവരായിരിക്കാം. ഇനി 19-ാം അധ്യായത്തിൽ സോദോം ഗൊമോറയിലേക്ക് 2 പുരുഷന്മാർ പോയെന്നും ലോത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതൊക്കെ നമ്മൾ പിന്നെയും വായിക്കും. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 3 പേരെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് പരിശുദ്ധ സുറിയാനി സഭ കാണുന്നത്. അതിൻ്റെ സൂചനയാണ്. ത്രിത്വമാണെന്ന് വെച്ചാൽ പുതിയ നിയമത്തിലാണ് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് വന്ന ശേഷമാണ് ത്രിത്വോപദേശം ശക്തമായി ഉണ്ടായത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ സകല സൃഷ്ടിക്കും മുഖാന്തരമായി പിതാവായ ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പുത്രൻ തൻ്റെ മാർവിൽ ശബ്ദമായി നിന്ന് പരിശുദ്ധ റൂഹ വെള്ളത്തിൽ ആവസിച്ച് ആ സൃഷ്ടികർമ്മം നടന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി 1:26 മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം എന്ന് പറഞ്ഞ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണ്. ഇതൊക്കെ ത്രിത്വത്തിൻ്റെ സൂചനയാണ്. ഇവിടെയും ഇതിനെ ത്രിത്വത്തിൻ്റെ സൂചനയായി കാണാവുന്നതാണ്. അപ്പം അങ്ങനെ അവരെ അവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പം ദൈവം താൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യനോട് ദൈവം ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ദൈവം അവർക്ക് വെളിവാകുകയും ദൈവം അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് അബ്രഹാമിൻ്റെ ഭവനത്തിൽ ചെന്ന് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായി നമ്മളിവിടെ കാണുകയാണ്.
അപ്പോൾ സാറ സംശയിച്ചപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യവും ഇതാണ്. മനുഷ്യൻ അസാധ്യമെന്ന് വിചാരിക്കുന്നതിനെ സാധ്യമാക്കി തീർക്കുന്നവനാണല്ലോ ദൈവം. ദൈവത്തിന് അസാധ്യമായതായിട്ടൊന്നുമില്ല. പരിശുദ്ധ അമ്മയോടും മാലാഖയുടെ അറിയിപ്പുണ്ടായപ്പോൾ ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് മാലാഖ പറയുകയും ആ വചനത്തിൽ പരിശുദ്ധ മറിയം പൂർണ്ണമായി വിശ്വസിക്കുകയും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ ഈ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ അതിഥി സൽക്കാര മുഖാന്തരം അവർ ഇത് പരിശുദ്ധ ത്രിത്വത്തെയാണ് അവർ തൻ്റെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ എളിയവന് ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തു. വഴി നടന്നു പോകുന്ന ആ വിശക്കുന്നവരെ വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ആ ശുശ്രൂഷ ദൈവം തന്നെ ഏറ്റുവാങ്ങുന്നുവെന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വായിക്കുന്നത് സൊദോം ഗൊമോറയിലേക്ക് ഇവർ പോവുകയാണ്. കാരണം സൊദോം ഗൊമോറയിൽ പാപം അതികഠിനമായി വർദ്ധിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു, നല്ല പച്ചപ്പുള്ള സമൃദ്ധിയുടെ പ്രദേശമാണ്. എവിടെ ഭൗതികമായ സമൃദ്ധി ഉണ്ടാകുന്നുവോ അവിടെ പാപം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സമൃദ്ധി മുഖാന്തരം അകന്നു പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം ദൈവത്തെ പോലെ മനുഷ്യനെ സ്വാധീനിക്കുന്ന മറ്റൊരു വലിയ ശക്തിയായി മനുഷ്യൻ കാണുന്നത് സമ്പത്താണ്. സമ്പത്തിന് മനുഷ്യന്റെ മേൽ, ധനത്തിന് മനുഷ്യന്റെ മേൽ സ്വാധീന ശക്തി പോലെ ഉണ്ട്. അപ്പം അതിൽ മിക്കവാറും എല്ലാ മനുഷ്യരും വീണു പോകുന്നതാണ്. അപ്പം അങ്ങനെ അവിടെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവിടെ പാപം വർദ്ധിക്കുകയും അപ്പം ആ നഗരത്തെ വിധിക്കുവാൻ വേണ്ടി ദൈവം ആദ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കണ്ടതുപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ വർദ്ധിച്ചു, അതും പാപം വർദ്ധിച്ചപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം പോലും ദുഃഖിക്കേണ്ട സാഹചര്യം വരികയും അങ്ങനെ ജലപ്രളയം ഉണ്ടാവുകയും ചെയ്തു. ഇവിടെയും ദൈവത്തിന് വലിയ ദുഃഖമുണ്ടാകുന്നു. മനുഷ്യന്റെ പാപം സൊദോം ഗൊമോറയിൽ ആ സമൃദ്ധമായ പ്രദേശത്ത് വർദ്ധിക്കുന്നു. അത് കണ്ടപ്പോൾ അതിനെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ, അവിടെ നാശമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അബ്രാഹാം ദൈവത്തോട് നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇനി നമ്മൾ വായിക്കുന്നത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. സൊദോം ഗൊമോറ എന്ന് കേൾക്കുമ്പോൾ അബ്രാഹാമിന്റെ മനസ്സിൽ ആദ്യം എത്തുന്നത് തന്റെ സഹോദരൻ ലോത്താണ്. ആ നഗരം നശിക്കുകയാണെങ്കിൽ ലോത്തും കുടുംബവും ഒക്കെ നശിച്ചു പോകും. അബ്രാഹാമിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിനു മുൻപ് ശത്രുരാജ്യം ലോത്തിനെ അടിമകളാക്കി കൊണ്ടുപോയി എന്ന് കേട്ട നിമിഷം തന്നെ തന്റെ ഭവനത്തിലുള്ള 318 പടയാളികളുമായി ചെന്ന അബ്രാഹാം യുദ്ധം ചെയ്ത് ലോത്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. ലോത്ത് അപ്രകാരമൊക്കെ രക്ഷപ്പെട്ടു വന്നെങ്കിലും വീണ്ടും അവൻ ഭൗതികമായ ചിന്തകളിലൊക്കെ മുഴുകിയ പാപത്തിന് പങ്കുവഹിച്ച് അവിടെ ജീവിക്കാതിരിക്കാം. അപ്പം അതുകൊണ്ട് പക്ഷെ അബ്രാഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവപുരുഷനാണ്. ലോത്തിനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു, ലോത്തിനെയും കുടുംബത്തെയും. അപ്പോൾ ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം അബ്രാഹാം ദൈവത്തോടെ ഇവിടെ ഒരു മധ്യസ്ഥ ഇവിടെ അണയ്ക്ക് നമ്മൾ കാണുന്നത്. അബ്രാഹാം ചോദിക്കുന്നു, ദൈവമേ 50 പേരുണ്ടെങ്കിൽ നീ ആ നഗരത്തെ നീ നശിപ്പിക്കുമോ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ. പിന്നെ അത് 45-ആയി, 40-ആയി, 30-ആയി, 20-ആയി. അവസാനം അബ്രാഹാം ചോദിക്കുന്നു, 10 പേരുണ്ടെങ്കിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നഗരത്തെ നീ നശിപ്പിക്കുമോ? ലോത്തും ഭാര്യയും മക്കളും മരുമക്കളും ഒക്കെ ആകുമ്പോൾ തന്നെ അതിന് തൊട്ടടുത്ത സ്നേഹിതരാളുടെ കൂടുമ്പോൾ എങ്ങനെയായാലും 10 പേരെങ്കിലും മിനിമം കാണും എന്ന് അബ്രാഹാം വിശ്വസിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം പിന്നെ താഴോട്ട് അദ്ദേഹം സംഖ്യകൾ പറയാതിരുന്നത്. അത്രമാത്രം അബ്രാഹാം ഇവിടെ ലോത്തിനു വേണ്ടിയും അവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. ഇവിടെ ഒന്നും അബ്രാഹാം ഇത് തനിക്ക് വേണ്ടിയല്ല ദൈവസന്നിധിയിൽ ഇത്രമാത്രം യാചിക്കുന്നത് നമ്മൾ ഓർക്കണം. നമ്മൾ പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്, നമ്മൾ യാചിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്.
അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാലത്ത് തൻ്റെ സമ്പത്തൊക്കെ തട്ടിയെടുത്തവനാണ് ലോത്ത്. അതൊക്കെ അബ്രാഹാം മറന്നു. ആപത്തിലായപ്പോൾ അവനെ സംരക്ഷിച്ചു. ഇപ്പോൾ വീണ്ടും ആപത്ത് വരാൻ പോകുന്നുവെന്ന സൂചന ദൈവത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ വീണ്ടും ലോത്തിനെ എത്രമാത്രം അബ്രാഹാം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അബ്രാഹാമിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഈ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അബ്രാഹാം. അങ്ങനെ ദൈവവുമായുള്ള നിരന്തര ബന്ധമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവത്തിൽ ദൈവം അബ്രാഹാമിനോട് ഇവിടെ ഇടപെടുന്നത് ഒരു സ്നേഹിതനോട് ഇടപെടുന്നത് പോലെ തന്നെയാണ്. ഒരു സ്നേഹിതൻ എന്ന രീതിയിൽ തന്നെയാണ് ദൈവം അബ്രാഹാമിനോട് ഇവിടെ നാം ഇടപെടുന്നതും. അബ്രാഹാം ചോദിച്ച അത്രയും സംഖ്യ ദൈവം വാഗ്ദത്തം നൽകി, 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. ദൈവവുമായുള്ള അഭേദ്യമായൊരു വലിയ ബന്ധം, ഒരു സ്നേഹിത ബന്ധം. ഇതാണ് നമ്മുടെ കർത്താവും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതൊക്കെ നിങ്ങളെ അറിയിച്ചു. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. സ്നേഹിതനും തമ്മിലുള്ള ബന്ധം എന്താണ്? തുല്യ പദവിയിൽ അവനെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ദൈവം നമ്മൾ ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ആ രീതിയിലാണ് നമ്മളെ കാണുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. ആ പദവിയിലേക്ക് നമുക്കാകണമെങ്കിൽ അതനുസരിച്ച് ജീവിതം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണ് അബ്രാഹാമിന് ഇതൊക്കെ സാധിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർത്തു കൊള്ളുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.